നമസ്കാരം. ഉത്തര അറ്റ്ലാന്റിക് സമുദ്രത്തിൽ US പിടിച്ചെടുത്ത റഷ്യൻ പതാകയുള്ള വെനസ്വേലയുടെ എണ്ണക്കപ്പലിൽ 3 ഇന്ത്യക്കാരുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. റഷ്യൻ അന്തർവാഹിനിയുടെ അകമ്പടിയിൽ പോയ മർനേര എന്ന വെനസ്വേലൻ എണ്ണക്കപ്പലാണ് US പിടിച്ചെടുത്തിരിക്കുന്നത്. 6 ജോർജിയൻ സ്വദേശികൾ, 17 യുക്രൈൻ സ്വദേശികൾ, 3 ഇന്ത്യക്കാർ, 2 റഷ്യക്കാർ എന്നിവരടക്കം 28 ജീവനക്കാരാണ് കപ്പലിലുള്ളത്. US ഉപരോധം ലംഘിച്ച് എണ്ണ വ്യാപാരം നടത്തിയ വെനസ്വേല കപ്പലിനു വേണ്ടി അറ്റ്ലാന്റിക് സമുദ്രത്തിൽ US സൈന്യം യൂറോപ്യൻ കമാൻഡ് 2 ആഴ്ചയിലേറെയായി തുടരുന്ന തിരച്ചിലിനൊടുവിലാണ് നടപടി. ഐസ്ലാൻഡിന്റെ തീരത്തു നിന്നും 222 കിലോമീറ്റർ അകലെയാണിത്. നോർത്ത് അറ്റ്ലാന്റിക് സമുദ്രത്തിൽ അമേരിക്കൻ നാവികസേന പിടിച്ചെടുത്ത വെനസ്വേലൻ എണ്ണക്കപ്പലിൽ 3 ഇന്ത്യക്കാർ ഉണ്ടായിരുന്നുവെന്ന വാർത്ത ആഗോള രാഷ്ട്രീയത്തിൽ വലിയ ഞെട്ടലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അന്താരാഷ്ട്ര നിയമങ്ങളും മനുഷ്യാവകാശങ്ങളും നാവിക സ്വാതന്ത്ര്യവും പ്രസംഗങ്ങളിൽ മാത്രം സൂക്ഷിച്ച് യാഥാർത്ഥ്യത്തിൽ ശക്തരുടെ താൽപര്യങ്ങൾക്ക് വേണ്ടി നിയമങ്ങളെ വളച്ചൊടിക്കുന്ന അമേരിക്കൻ സമീപനം വീണ്ടും ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടപ്പെട്ടു. ഡൊണാൾഡ് ട്രംപിന്റെ രാഷ്ട്രീയ ശൈലി, ഭീഷണി, ഉപരോധം, സൈനിക പ്രകടനം ഇതെല്ലാം ചേർന്നൊരു അപകടകരമായ വിദേശ നയം ഇന്ത്യയെ പോലുള്ള ഉത്തരവാദിത്തമുള്ള രാജ്യങ്ങൾക്ക് ഒരിക്കലും അംഗീകരിക്കാനാവാത്തതാണ്. ഈ സംഭവത്തിൽ ഏറ്റവും ശ്രദ്ധേയമാകുന്നത് ഇന്ത്യക്കാർക്ക് നേരെയുണ്ടായ അപകട സാധ്യതയാണ്. ഒരു കപ്പലിലെ തൊഴിലാളികൾ, അവർ ജോലി ചെയ്യുന്നത് ഏത് പതാകയ്ക്ക് കീഴിലായാലും ഏത് രാജ്യത്തായാലും മനുഷ്യരാണ്. അവരെ ബന്ദികളായി കാണുന്ന സമീപനം ഒരു മഹാശക്തിക്കും യോജിച്ചതല്ല. ഇന്ത്യ എപ്പോഴും സ്വന്തം പൗരന്മാരുടെ സുരക്ഷയ്ക്കാണ് മുൻഗണന നൽകിയിട്ടുള്ളത്. അതാണ് ഇന്ന് ഇന്ത്യയെ വിശ്വസനീയമായ ആഗോള ശക്തിയാക്കി മാറ്റിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ പിന്തുടരുന്ന വിദേശ നയം സ്വയംഭരണവും സമത്വവും പരസ്പര ബഹുമാനവും ഇത്തരത്തിലുള്ള സംഭവങ്ങളിൽ ഇന്ത്യയുടെ നിലപാട് എത്രമാത്രം വ്യക്തവും ശക്തവുമാണ് എന്ന് തെളിയിക്കുന്നു. ട്രംപ് ഭരണകൂടം വെനസ്വേലയെ ലക്ഷ്യമാക്കി നടത്തിയ ഉപരോധങ്ങളും കപ്പൽ പിടിച്ചെടുക്കലുകളും ആഗോള ഊർജ്ജ വിപണിയെ അസ്ഥിരമാക്കുകയാണ്. എണ്ണവില ഉയരുമ്പോൾ അതിന്റെ പ്രഹരം ആദ്യം ഏറ്റുവാങ്ങുന്നത് വികസന രാജ്യങ്ങളാണ്. ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങൾ തങ്ങളുടെ ജനങ്ങളുടെ ക്ഷേമം മുൻനിർത്തി ഊർജ്ജ സുരക്ഷ ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ അമേരിക്കയുടെ ഏകപക്ഷീയ നടപടികൾ ആ ശ്രമങ്ങളെ തടസ്സപ്പെടുത്തുന്നു. ലോകത്തിന്റെ പോലീസ് ആണെന്ന തെറ്റിദ്ധാരണയിൽ നിന്നാണ് ട്രംപ് ഇത്തരം നടപടികൾ സ്വീകരിക്കുന്നത്. എന്നാൽ ഇന്ന് ലോകം മാറിയിരിക്കുന്നു. ഏകധ്രുവ ലോകമല്ല, ബഹുധ്രുവ ലോകമാണ് ഇന്നത്തെ യാഥാർത്ഥ്യം. ഒരു കപ്പലിനെ പിടിച്ചെടുക്കുന്നതിലൂടെ അന്താരാഷ്ട്ര സമുദ്ര നിയമങ്ങളുടെ ആത്മാവാണ് ലംഘിക്കപ്പെടുന്നത്. ട്രംപ് ഇതിലൂടെ റഷ്യയോടുള്ള തന്റെ രാഷ്ട്രീയ വൈരാഗ്യം തുറന്നു കാട്ടുന്നതിനോടൊപ്പം ലോകത്തെ കൂടുതൽ സംഘർഷങ്ങളിലേക്കാണ് തള്ളിവിടുന്നത്. യുദ്ധോന്മുഖമായ ഈ സമീപനം ആഗോള സമാധാനത്തിന് ഭീഷണിയാണ്. ഇന്ത്യയുടെ നിലപാട് ഇതിന് എതിരാണ്. വസുദൈവ കുടുംബകം എന്ന ആശയം മുന്നോട്ട് വെക്കുന്ന ഇന്ത്യ സംഭാഷണവും നയതന്ത്രവുമാണ് പ്രശ്നപരിഹാര മാർഗമെന്ന് വിശ്വസിക്കുന്നു. മോദി സർക്കാരിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ അമേരിക്കയുമായി സൗഹൃദം പുലർത്തുമ്പോഴും ഇന്ത്യയുടെ സ്വതന്ത്ര നിലപാട് ഒരിക്കലും ഉപേക്ഷിക്കുന്നില്ല. ഇന്ത്യയുടെ പൗരന്മാർ എവിടെയായാലും അവരുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഇന്ത്യ ശക്തമായി ഇടപെടുമെന്ന സന്ദേശം ലോകത്തിന് വ്യക്തമാണ്. ട്രംപ് പിന്തുടരുന്ന ആദ്യം അമേരിക്ക എന്ന നയം യാഥാർത്ഥ്യത്തിൽ അവസാനം ലോകമെന്ന നിലപാടാണ്. ഉപരോധങ്ങളും ഭീഷണികളും വഴി മറ്റു രാജ്യങ്ങളെ മുട്ടുകുത്തിക്കാൻ ശ്രമിക്കുന്ന ഈ സമീപനം ഒടുവിൽ അമേരിക്കയെ തന്നെ ഒറ്റപ്പെടുത്തും. ചരിത്രം സാക്ഷിയാണ്. ശക്തിയുടെ അഹങ്കാരം ദീർഘകാലം നിലനിൽക്കില്ല എന്നതിൽ. ഈ സംഭവത്തിൽ ഇന്ത്യ ഉറച്ച നിലപാട് സ്വീകരിക്കുമെന്ന കാര്യം ഉറപ്പാണ്. ശക്തമായ നടപടി ഇന്ത്യ സ്വീകരിക്കുമെന്നതിൽ സംശയമില്ല. ആഗോള നിയമങ്ങൾ എല്ലാവർക്കും ഒരുപോലെ ബാധകമാണെന്ന ഇന്ത്യയുടെ വിദേശ നയവും വ്യക്തമാണ്. ശക്തരായാലും ദുർബലരായാലും നിയമത്തിന് മുകളിലല്ല ആരും. ട്രംപ് ഭരണകൂടത്തിന്റെ ഏകപക്ഷീയതയെ ചോദ്യം ചെയ്യുകയും ഇന്ത്യയുടെ പൗരന്മാരുടെ സുരക്ഷയും അഭിമാനവും ഉറപ്പാക്കുകയും ചെയ്യുന്നത് മോദി സർക്കാരിന്റെ കടമയാണ്. അത് ഇന്ത്യ നിർവഹിക്കുക തന്നെ ചെയ്യും. നോർത്ത് അറ്റ്ലാന്റിക്കിലെ ഈ കപ്പൽ പിടിച്ചെടുക്കൽ ഒരു കപ്പലിന്റെ കഥ മാത്രമല്ല, അത് ആഗോള രാഷ്ട്രീയത്തിലെ ധാർമ്മികതയുടെ പരീക്ഷയാണ്. ട്രംപിന്റെ ഭീഷണി നയതന്ത്രം ലോകത്തെ അനിശ്ചിതത്വത്തിലേക്കാണ് നയിക്കുന്നത്. അതിനുമപ്പുറം ഉത്തരവാദിത്വവും ദൂരദർശിത്വവും ഉള്ള ഇന്ത്യയുടെ നിലപാട് ലോകത്തിനൊരു ബദൽ മാതൃകയാണ്. ഇന്ത്യ ശക്തമാണ്, ആത്മവിശ്വാസമുള്ളതാണ്, സ്വന്തം പൗരന്മാരെ സംരക്ഷിക്കാൻ കഴിവുള്ളതാണ്. അത് നടപ്പാവുക തന്നെ ചെയ്യും.